തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആര് വിജയിക്കും? തലസ്ഥാനത്ത് തലയെടുപ്പുള്ള മത്സരമാണ് നടന്നതെന്ന് എല്ലാവരും സമ്മതിക്കും. അത്രയ്ക്ക് ആവേശമായിരുന്നു ഈ ത്രികോണ പോരിന്. തെരഞ്ഞെടുപ്പിന് ശേഷം പക്ഷേ ആവേശം തീരെയില്ല എന്നുള്ളതാണ് സത്യം. 15 വർഷമായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച തരൂർ ഇത്തവണ കനത്ത വെല്ലുവിളി നേരിട്ടു എന്നുള്ളതും മറ്റൊരു സത്യമാണ്. പാർട്ടിയിൽ നിന്നും കാര്യമായി പിന്തുണ തരൂരിനില്ലായിരുന്നു. പ്രചാരണ രംഗത്ത് പ്രവർത്തകരെയും നേതാക്കളെയും ആദ്യഘട്ടത്തിൽ അണിനിരത്താനും തരൂർ നന്നേ വിയർത്തു. എന്നാൽ അവസാന ഘട്ടങ്ങളിലേക്ക് കാര്യമെത്തിയപ്പോൾ സ്ഥിതി മാറി. കോൺഗ്രസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു. തരൂരിന് ഏറെ ആശ്വാസം പകരുന്നതായിരുന്നു ഇത്. BJP ഉയർത്തിയ കനത്ത വെല്ലുവിളി മറികടക്കാൻ കഴിഞ്ഞുവെന്ന വിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. തൃശൂരിനേക്കാൾ വലിയ പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നത് തലസ്ഥാനത്താണ്. രാജീവ് ചന്ദ്രശേഖർ അത് ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രചാരണ രംഗത്തും മുന്നേറ്റമുണ്ടാക്കാനായി. എന്നാൽ പിന്നീട് പാർട്ടി നേതാക്കളുടെ നിസ്സഹകരണം തിരിച്ചടിയായെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇടത് ക്യാമ്പിന് തെരഞ്ഞെടുപ്പ് നാളുകളിലെ ആത്മവിശ്വാസം ഇന്നില്ല. പന്ന്യൻ രവീന്ദ്രനിലൂടെ മികച്ച മത്സരം നടത്താനായി എന്ന് പറയുമ്പോഴും വിജയപ്രതീക്ഷ മുന്നണികൾക്കില്ല. നഗരമണ്ഡലങ്ങളിലാണ് BJPയുടെ പ്രതീക്ഷ അത്രയും. അത് തുണച്ചാൽ വിജയം നേടാനാകുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ മികച്ച ലീഡ് നേടാനായി എന്നാണ് BJPയുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ നേമത്ത് 12,041 വോട്ടിന്റെ ലീഡ് നേടാൻ കുമ്മനത്തിന് കഴിഞ്ഞിരുന്നു. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും രണ്ടാമതുമെത്തി. ഇക്കുറി ഇവിടെ ലീഡ് കിട്ടുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്നാൽ പാഠശാല, നെയ്യാറ്റിൻകര, കോവളം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ മികച്ച ലീഡ് കിട്ടുമെന്നാണ് UDFന്റെ പക്ഷം. ഒപ്പം കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും നേരിയ ലീഡും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിർണായക സ്വാധീനമുള്ള ലത്തീൻ കത്തോലിക്ക വിഭാഗം തരൂരിനെ പരസ്യമായി പിന്തുണച്ചതും വലിയ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം CPMന്റെയും CPIയുടെയും ചില കണക്കുകൾ പുറത്തു വന്നപ്പോൾ പന്ന്യൻ വീണ്ടും ചർച്ചാ വിഷയമായിരുന്നു. തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഇന്ന് ഇവയെല്ലാം കേവലം മുൻകാലങ്ങളിലെ കണക്കുകൂട്ടൽ മാത്രമാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്നത്. ആ കണക്കുകൂട്ടലുകളും അനുമാനങ്ങളും കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തരൂർ തന്നെ വിജയിക്കുമെന്ന്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ രേഖപ്പെടുത്തിയ പോളിംഗ് 2,08 ലക്ഷത്തോളമാണ്. അതിൽ തന്നെ 98 ലക്ഷത്തോളം വരുന്നത് ന്യൂനപക്ഷ വോട്ടുകളുമാണ്. ആ 98 ലക്ഷത്തിൽ 65% UDFന്റെ വോട്ടുകളാണ്. അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഏറിയ പങ്കും UDFന് അനുകൂലമായിരുന്നു. ഈ കണക്കനുസരിച്ച് ഓരോ മണ്ഡലത്തിലും 2.5 ലക്ഷത്തിന് മുകളിൽ വീഴുന്ന ന്യൂനപക്ഷ വോട്ട് UDFന് അനുകൂലമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ന്യൂനപക്ഷ വോട്ടുകളിലെ BJP വിരുദ്ധത എന്നാൽ പന്ന്യന് വോട്ടാകില്ല. സ്വാഭാവികമായും അത് UDFലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം.